മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് നമ്മളെ അലട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗം. പലപ്പോഴും നമുക്ക് എസ്ഐ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന 6 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠഭാഗം കൂടെയാണ് MN വിജയൻ മാഷ് എഴുതിയിരിക്കുന്ന ഈ മനോഹരമായ പാഠഭാഗം. അപ്പൊ നമ്മൾക്ക് അതിന്റെ ഭാഷ കൊണ്ടും അല്ലെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്കത് വല്ലാണ്ട് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പിന്നെ കുറെ വായിക്കാനൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഉള്ളത് GM എന്നും അല്ലെ G8 എന്നൊക്കെ അയക്കുന്ന ആളുകൾക്ക് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ വിശദീകരിക്കുക, സമയം കളഞ്ഞ് വായിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവര് വായിക്കാനേ നമുക്ക് ഇഷ്ടമല്ലല്ലോ. ടീച്ചർ തമാശ പറഞ്ഞാണ്, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു കാലത്തിന്റെ കിടപ്പ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒക്കെയാണ് നമുക്ക് ഈ പാഠഭാഗം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ ടെൻഷൻ ആവണ്ട, ഈ ഒരു കോണ്ടന്റ് വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് ഈ പാഠഭാഗം കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയർ ആവുമെന്നാണ് ടീച്ചർ വിചാരിക്കണേ. അപ്പൊ നമുക്ക് നോക്കാം. ഈ പാഠഭാഗത്തില് അല്ലെ MN വിജയൻ മാഷാണ് ഈ ലേഖനം എഴുതിയെന്ന് ടീച്ചർ പറഞ്ഞു. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിൽ ഒരാളാണ് കേട്ടോ. മനോവിജ്ഞാനീയ നിരൂപകനാണ്, തത്വശാസ്ത്രത്തിലും അതേപോലെ പ്രഭാഷകനാണ്, ചരിത്രം, സാമൂഹ്യശാസ്ത്രം ഈ വിഷയത്തിലൊക്കെ അല്ലെ, സാമൂഹിക വിഷയങ്ങൾ ഇതിലൊക്കെ, സാഹിത്യ നിരൂപണത്തിലൊക്കെ, സാമൂഹ്യ വിമർശനത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് ആര്, നമ്മുടെ MN വിജയൻ മാഷ്. ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചിതയിലെ വെളിച്ചം, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പൂക്കുമ്പോൾ, ശീർഷാസനമൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് എന്താണ് അല്ലെ ഈ ഒരു കാവ്യ വിശകലനം, എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്, എന്താണ് ഈ ലേഖനം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ലേഖനത്തില് എന്താണ് കവിത അല്ലെ, എന്താണ് കാവ്യകല, അല്ലെങ്കിൽ ആരാണ് മികച്ച കവികൾ അല്ലെ, എങ്ങനെ ഒരു കവിത വായിക്കാം, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു ലേഖനത്തിലൂടെ MN വിജയൻ മാഷ് നൽകുന്നത്. അപ്പൊ കാവ്യകല എന്ന് പറഞ്ഞാൽ എന്താ? കവിതയ്ക്ക് ഭാഷയുണ്ടോ? കവിതയ്ക്ക് ഭാഷയുണ്ട് അല്ലെ. കവിതയ്ക്ക് ഭാഷയുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് നമ്മളുടെ മനോഹരമായിട്ടുള്ള കവിതകളെല്ലാം. അപ്പൊ ടീച്ചർ പലപ്പോഴും ലൈവുകളിലും ഒക്കെ ആയിട്ട് മക്കൾക്ക് പറഞ്ഞു തരുന്ന, പാടിത്തരുന്ന ഒരു പാട്ടാണ്, മുമ്പ് ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ്? മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ അല്ലെ. മഴ പെയ്യുന്ന സമയത്ത്, ശക്തമായ വേനലിനൊക്കെ ശേഷം നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പതിയെ പതിയെ തളിര് അല്ലെ, ചെടികൾ തളിരിടും, പൂക്കൾ ഉണ്ടാവും, വേരുകൾ ഉറയ്ക്കും, നല്ല മരങ്ങൾ ഉണ്ടാവും, ചെടികൾ വളരും. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റം പ്രകൃതിയിലുണ്ടാവും. ഇപ്പൊ ടീച്ചർ ഇപ്പൊ പറഞ്ഞത് കവിതയല്ല അല്ലെ, പക്ഷെ അത് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറയുന്ന കവിതയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അനേകം അർത്ഥങ്ങളുള്ള പ്രണയത്തിന്റെ, അനുഭൂതിയുടെ, സ്നേഹത്തിന്റെ വേര് പുതിയൊരു ജീവൻ തളിർക്കുന്നു, പ്രതീക്ഷയുടെ, അങ്ങനെ അനേകം അർത്ഥങ്ങളുള്ള ഒരു കവിതയായിട്ട് ടീച്ചർ ഇപ്പൊ പറഞ്ഞ ആ സാധനം മാറി അല്ലെ. അപ്പൊ അതാണ് കാവ്യഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാവ്യഭാഷയുടെ പ്രത്യേകതകൾ എന്താണ്, കാവ്യഭാഷ എന്ന് പലതരം സൂചനകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ എന്ത് ചെയ്യാണ് MN വിജയൻ മാഷ് അവതരിപ്പിക്കുകയാണ്. അതിനാദ്യം അദ്ദേഹം പറയുന്നത് എന്താണ് വാക്കുകളുടെ നൃത്തം മാത്രമല്ല അല്ലെ, അർത്ഥങ്ങളുടെ നൃത്തം കൂടെയാണ് കവിത എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ വാക്കുകളുടെ അർത്ഥമാണ് കവിത എന്നുള്ളത് ഫ്രഞ്ച് സാഹിത്യകാരനായിട്ടുള്ള പോൾ വലേറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല അല്ലെ, അനേകം പദങ്ങൾക്ക് അനേകം അർത്ഥങ്ങൾ ഉണ്ടാവുമ്പോൾ അർത്ഥങ്ങളുടെ നൃത്തം കൂടെയാണ് ഒരു മികച്ച കവിത എന്നാണ് ആര് പറയുന്നത്, വിജയൻ മാഷ് പറയുന്നത് അല്ലെ. അപ്പൊ അർത്ഥത്തിൽ എന്താ പറയാ, അനേകം അല്ലെ ധന്വാർത്ഥങ്ങൾ. നേരെ ചൊവ്വേ പറയുന്നത് എന്തല്ല, നേരെ അങ്ങ് പറയുന്നത് കവിതയല്ല അല്ലെ. കവിതയാവുമ്പോൾ എന്ത് ചെയ്യണം, അതിന് 2-3 വട്ടം നമ്മൾ ആലോചിക്കുന്ന, ആഴത്തിലുള്ള അല്ലെ ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്ന, ഏത് കാലത്തും ഏത് വ്യത്യസ്തമായ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ നൽകുന്ന ഒന്നാണ് അല്ലെ. ധ്വനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കവിത എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതാണ് വിജയൻ മാഷ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സഹ്യന്റെ മകൻ എന്ന് പറയുന്ന അല്ലെ ഒരു കവിതാ ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, കുറെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അവ കവിതാ നിരൂപണത്തെക്കുറിച്ചും അത് ചൊല്ലുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള പഴയ ധാരണകൾ പൊളിച്ചെഴുതുന്നത്, എങ്ങനെയാണ് പുതിയ കാലത്ത് അല്ലെ ആധുനിക കവിതകൾ വായിക്കേണ്ടത്, ആധുനിക കാലത്ത് കവിത എന്താണ് എന്നതിനെയാണ് ഈ ഒരു വരികൾ ആര് പറയുന്നത്, വിജയൻ മാഷ് പറയുന്നത്. അപ്പൊ മാറിയ കാലത്ത് കവിതകൾ വായിക്കേണ്ടത് പുതിയ ഉൾക്കാഴ്ചയോടെയാണ് അല്ലെ. പുതിയ ഉൾക്കാഴ്ചയോടുകൂടിയാണ് പുതിയ കാലത്ത് എന്ത് ചെയ്യേണ്ടത്, കവിത വായിക്കേണ്ടതെന്ന് പറയുന്നു.
അതിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും എന്താണ്, പുതിയ കാലത്തിനനുസരിച്ച് അല്ലെ അതത് കാലത്തെ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നു അല്ലെ. അപ്പൊ പദങ്ങളുടെ നൃത്തമാണ് ആക്ച്വലി എന്ത്, കവിത എന്ന് പറയുന്നത്. അർത്ഥഗർഭമായ വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് അല്ലെ, മനോഹരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് ആക്ച്വലി എന്ത്, കവിത എന്ന് പറയുന്നു. പറയാനുള്ളത് നേരെ ചൊവ്വേ പറയുന്ന എന്താവില്ല, കവിതയാവില്ല. ഒന്നിലധികം അർത്ഥങ്ങളെ ഒളിച്ചു വെക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് അത്ഭുതകരമായ രീതിയിൽ അതിനെ കണക്ട് ചെയ്യുമ്പോൾ, വിന്യസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഉത്തമമായിട്ടുള്ള കവിത ഉണ്ടാകുന്നത് എന്നാണ് എം എൻ വിജയമാഷ് പറയുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ തൊട്ട് മുന്നേ പറഞ്ഞു വൈലോപ്പിള്ളിയുടെ ഒരു കവിത എന്ത് ചെയ്തിരിക്കണു, അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം തരികയാണ്. എന്താണ്, പൊൽത്തിടം പേറി ദേവൻ പെരുമാറും അപ്പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു വരി തന്നു. അതായത് വാക്കുകൾക്ക് അനേകം അർത്ഥമുണ്ടാവണം എന്ന് പറയുന്നൊരു സൂചനയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, ഒരു ആനയ്ക്ക് മതമിളകിയതിനെ കുറിച്ച് അല്ലെ, മതമിളകിയ ഒരു ആനയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മതമിളകിയ ഒരു ആനയെ കുറിച്ചാണോ അല്ലെ പരോക്ഷമായി കവിതയിൽ പറയുന്നത്. പ്രത്യക്ഷത്തിൽ മതമിളകിയ ഒരു ആനയെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ പരോക്ഷമായിട്ട് കവിതയുടെ അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും എന്തിനെ കുറിച്ചല്ല, മതമിളകിയ ഒരു ആനയെ കുറിച്ച് മാത്രമല്ല പറയുന്നത് അല്ലെ, മനുഷ്യ മനസ്സിനെ കുറിച്ചാണ്. അകവും പുറമും ഒക്കെ വ്യത്യസ്തമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അല്ലെ മനസ്സ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ പെരുമാറുന്നവരല്ല സ്കൂളിൽ പെരുമാറുന്നത്. നമ്മൾ അടങ്ങിയിരിക്കേണ്ടി വരും, ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കുക അല്ലെ ഇല്ലാണ്ട് ഇരിക്കേണ്ടി വരും, ടീച്ചർ എടുക്കുന്ന ക്ലാസ്സിൽ. വീട്ടിൽ അങ്ങനെയാണോ? അല്ല അല്ലെ, നമ്മൾ അതുപോലെയാണ് ഒരു പൊതു ഇടത്തിൽ പെരുമാറുക അല്ലെ. ഇപ്പൊ പോലീസുകാരൻ കൈ നീട്ടി ഹെൽമെറ്റ് ഇടാതെ എവിടെ വന്നു താൻ പോടോ എന്ന് നമ്മൾ പറയോ? ഇല്ല അല്ലെ. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഭയക്കുന്നുണ്ടാവും, നമ്മൾ പലതും പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിൽ സ്വപ്നം കാണുമ്പോൾ നമുക്കൊരു മനസ്സുണ്ട് അല്ലെ, അതാണ് അവബോധ മനസ്സ്. അപ്പൊ ഈ അവബോധ മനസ്സിലേക്കാണ് നമ്മൾ ഈ നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിനെ അല്ലെ, ഫ്രോയിഡ് എന്ന് പറയുന്ന ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ചിന്താഗതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, മനഃശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എം എൻ വിജയമാഷ് പല സാഹിത്യ കൃതികളും എഴുതിയിട്ടുള്ളത്. ഈ ഒരു കൃതിയിലും അല്ലെ, ഈ ഒരു സഹ്യന്റെ മകൻ എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിതയും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ആ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചിരിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ തന്നെ മാമ്പഴം എന്ന് പറയുന്ന കവിത, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ മറ്റൊരു തിയറി അല്ലെ കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം നിരൂപണം എഴുതിയത്. അപ്പോൾ ഈ ഒരു കവിതയിൽ പറയുന്നത് ഇത് നമ്മുടെ സൂപ്പർ ഈഗോ അല്ലെ, മനുഷ്യന്റെ മനസ്സിന്റെ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു അല്ലെ അവസ്ഥയാണ് എന്ത് ചെയ്തത് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറയണം. അതായത് നമ്മുടെ മനസ്സിന്റെ അവബോധ മനസ്സിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഒരു മനസ്സിന്റെ അല്ലെ ചിന്തകളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ. ഉള്ളിൽ അടക്കി പിടിച്ച ആഗ്രഹങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും അല്ലെ. അപ്പൊ ചങ്ങല പൊട്ടിച്ച് ചെതറുന്ന ആനയെ പോലെ ഈ അടക്കി പിടിച്ച ആഗ്രഹം ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെതറും. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം അതിൽ വരുന്നുണ്ട് ഈ ഒരു വരിക്ക്. അതേപോലെ എന്താണ് ഈ പൗരാണിക അല്ലെ കഥയില് ഹവ്വയുടെയും ആദത്തിന്റെയും കഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഹവ്വയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു സർപ്പത്തിന്റെ കഥ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുരോഗമനമായി അല്ലെ ഈ ഒരു പൗരാണികമായിട്ടുള്ള കഥയും എന്ത് ചെയ്യും, ഉൽപ്പത്തി കഥയും എന്ത് ചെയ്യുന്നു, ഈ ഒരു വരികൾ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ അനേകം അർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു ഈ ഒരു ഒറ്റ വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് വൈലോപ്പിള്ളി. വീണ്ടും ഒരു ഉദാഹരണം പറയുന്നു. എന്തിന്റെ ഉദാഹരണമാണ് പറയുന്നത്, എന്തിന്റെയാണ്, അവ്യവസ്ഥിതത്വം എന്ന് പറയുന്ന ഒരു ആംബിഗുട്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗത്തെ കുറിച്ച് പറയുന്നു അല്ലെ എം എൻ വിജയമാഷ്. അതായത് കവിതയുടെ ഏറ്റവും നല്ലൊരു ഗുണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അവ്യവസ്ഥിതത്വത്തെ അദ്ദേഹം പറയുന്നത് അവ്യവസ്ഥിതത്വം കേട്ടോ, പഠിച്ചു വെക്കണം ആ ടേം. അപ്പൊ അവ്യവസ്ഥിതത്വം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, കവിതയുടെ സ്വഭാവമാണ് കേട്ടോ. കവിതയുടെ ഏറ്റവും നല്ലൊരു ഗുണമായിട്ടാണ് അതിനെ കാണുന്നത്. കവിതയുടെ ഒരു സ്വഭാവമാണ് അവ്യവസ്ഥിതത്വം അല്ലെങ്കിൽ ആംബിഗുട്ടി എന്ന് പറയുന്നത്. ആംബിക്കുട്ടിയല്ല ആംബിക്കുറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അർത്ഥമുള്ള അതിനും അപ്പുറം അല്ലെ, അർത്ഥമുള്ളതല്ല അതിനെ അപ്പുറത്തേക്ക് ആഴത്തിലുള്ള എന്താ പറയാ നമ്മളെ ധ്വനിപ്പിക്കുന്ന അർത്ഥങ്ങളുള്ളതാണ് കവിത എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു അല്ലെ, രണ്ട് ഉദാഹരണങ്ങൾ തൂവലിനെയും പേനയെയും ഒക്കെ തരുകയാണ് ആര് ഉദാഹരണം പറയണം. അപ്പൊ തൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ ദേഹത്ത് നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്നതാണ് സ്വാഭാവികമായിട്ട് അതിന്റെ ജീവന്റെ തുടിപ്പ്, രക്തത്തിന്റെ പാട് അല്ലെ ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് എഴുതുക, ഒരു വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരം തന്നെയാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്നത് ഒന്നിന്റെ ജീവനിൽ നിന്ന് വരുന്ന ഒന്നാണ്. തൂവൽ എന്ന് പറയുമ്പോൾ, തൂലിക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം അതിന് വരുന്നുണ്ട്. പേന എന്ന് പറഞ്ഞാൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന് മാത്രമേ അതിനർത്ഥം വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേരിന് തന്നെ ഒരു വാക്കിന് തന്നെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാവും പറയണേ. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നു, മേഘത്തെയാണ് അദ്ദേഹം വാഴക്കുലയെ കുറിച്ച് സൂചിപ്പിക്കുന്നു, അതുപോലെ മേഘത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ വാഴക്കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർക്ക് വാഴക്കുല അല്ലെ, 18ാം നൂറ്റാണ്ടെന്ന് ആലോചിക്കുക. 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർക്ക് വാഴക്കുല എന്ന് പറയുന്നത് എന്തായിരുന്നു, മറ്റേ നവരത്നങ്ങളെ ആയിട്ടാണ് സൂചിപ്പിച്ചത്. നവരത്നങ്ങളായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വാഴക്കുലയെ സൂചിപ്പിച്ചത് കേട്ടോ. കാരണം അദ്ദേഹം രാജഭരണകാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് കുഞ്ചൻ നമ്പ്യാര്. അപ്പൊ അദ്ദേഹം നവരത്നങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം.
ഓക്കെ, അപ്പൊ ഈ വാഴത്തോട്ടത്തിൽ കൂടെ പോയപ്പോൾ പല പല ഷെയ്ഡ്സിലുള്ള, അതായത് ചെറിയ ചുമപ്പുള്ള മഞ്ഞിച്ച ഈ വാഴക്കൊലകൾ കാണുന്ന സമയത്ത് കുഞ്ചൻ പേർക്ക് തോന്നുന്നതാ നവരത്നങ്ങൾ പോലെ എന്ത് ചെയ്യുന്നു തിളങ്ങുന്ന കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന തുള്ളൽ കൃതിയിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ വാഴക്കുലയെ ആര് കാണുകയാണ്? ചങ്ങമ്പുഴ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അതെന്താ തോന്നിയത്? മലയപ്പുലയന്റെ പ്രതീക്ഷയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വാഴക്കുലയെ തോന്നുന്നത് അല്ലെ. നെഞ്ചമിത്ത വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളം പറയുന്ന അല്ലെ സ്ഥലത്ത് ഭീകരമായ രീതിയിൽ ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു, ജന്മിത്തം ഉണ്ടായിരുന്നു അല്ലെ. സാധാരണക്കാരായ കർഷകന്റെ പാട്ടത്തിന് കൊടുക്കുന്ന, തമ്പ്രാൻ പാട്ടത്തിന് കൊടുക്കുന്ന ഭൂമിയിൽ അവൻ കൃഷി ചെയ്യുന്ന വേലക്കാരനായിരുന്നു. കൊയ്തുകഴിയേണ്ട സമയമാകുമ്പോൾ നെല്ലെല്ലാം കൊയ്തു കൊണ്ടുപോകും. പാകമാവുന്ന വാഴയെല്ലാം കൃഷി വെച്ചതും ചെയ്തതും ഒക്കെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് എന്റെ ദാരിദ്ര്യത്തിന്റെ അല്ലെ എന്താ പറയാ അവസാന വാക്കായിട്ട് അവൻ കരുതി വെച്ച അവസാനത്തെ വാഴക്കൊലയും ആര് വന്ന് വെട്ടിക്കൊണ്ടു? തമ്പ്രാൻ കൊണ്ടുപോകും. അപ്പോൾ മലയപ്പുലയന്റെ പ്രതീക്ഷയായിട്ടാണ് ആ കാലത്തിനനുസരിച്ച് ആ കവിതയുടെ ആ വാക്കിന്റെ പദത്തിന്റെ അർത്ഥം മാറി അല്ലെ. ചങ്ങമ്പുഴയ്ക്ക് എങ്ങനെ തോന്നി? മലയപ്പുലയന്റെ പ്രതീക്ഷയാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് അതെന്തായിരുന്നു? നവരത്നമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മേഘത്തെക്കുറിച്ച് പറയുന്നു. മേഘം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മേഘത്തെക്കുറിച്ച് എഴുതി മേഘസന്ദേശം എന്ന് പറയുന്ന കൃതിയിൽ കാളിദാസന് മേഘം എന്തായിരുന്നു? മേഘം എന്ന് പറയുന്നത് പ്രണയത്തിന്റെ സിമ്പലായിരുന്നു അല്ലെ. തന്റെ ഭാര്യയ്ക്ക് ദൂതയക്കുന്ന, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്തതുകൊണ്ട് മേഘത്തിനോടാ പറയുന്നത്, പ്രിയപ്പെട്ടവളോട് എന്ത് ചെയ്യണം, എന്റെ ഐ ലവ് യു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് യക്ഷൻ സന്ദേശം കൊടുത്തുവിടുന്ന ആരുടെ കയ്യിലാണ്? മേഘത്തിന്റെ കയ്യിലാണ്. കാളിദാസന്റെ കൃതിയാണ് മേഘസന്ദേശം, അതിലുള്ള നായകനാണ് യക്ഷൻ. അപ്പോൾ ആ സന്ദേശവാഹകനാണ്, അല്ലെങ്കിൽ പ്രണയത്തിന്റെ സിമ്പലാണ് ആർക്ക്? കാളിദാസന് മേഘമെങ്കിൽ അത് പിന്നീട് വർഷങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ മേഘത്തെ എങ്ങനെയാണ് വള്ളത്തോൾ തന്റെ കവിതയിൽ അവതരിപ്പിച്ചത്? പരുത്തിക്കൊട്ടയായിട്ടാണ്. നമ്മളുടെ സ്വന്തം വസ്ത്രം നെയ്ത് എടുക്കണമെന്ന് പ്രഖ്യാപനവുമായിട്ട് ചർക്കയിൽ നൂല് നൂർക്കുന്ന ഗാന്ധിയുടെ ചിത്രം നമുക്ക് ഇപ്പോഴും നമ്മൾ കാണുന്ന ചിത്രമാണ് അല്ലെ. അപ്പൊ ആ പരുത്തിക്കൊട്ടയായിട്ടാണ് മേഘത്തെ ആർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മുടെ വള്ളത്തോളിന്. അങ്ങനെ മേഘത്തെ പലതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ KP അപ്പന് ഫീൽ ചെയ്തതിനെ കുറിച്ചുള്ള പാഠമൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പല കവികൾ, വേർഡ്സ്വർത്തിന്, കീറ്റ്സിന് എല്ലാവരും മേഘത്തെ കണ്ടതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ പലർക്കും പല ബിംബങ്ങളാണ്. കാലം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു വാക്കിന് തന്നെ മാറി മാറി വരുന്ന അർത്ഥത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആംബിക്വിറ്റി എന്ന് പറയുന്ന വാക്കിനല്ലേ മാറി മാറി അർത്ഥങ്ങൾ വരുന്നതിനെയാണ് ആംബിക്വിറ്റി എന്നുള്ള വാക്കുകൊണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥയില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട്, കവിതയുടെ സ്വഭാവമായിട്ട് നമ്മൾ കാണുന്നതാണ് ആംബിക്വിറ്റി എന്ന് പറയുന്ന പ്രയോഗം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ലോകം അല്ലെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമാവുമെന്ന് പറയാണ്. അപ്പൊ എല്ലാവരും കാണാത്തത് കാണുന്നതാണ് അല്ലെ, എല്ലാവരും കാണാത്തത് കാണുന്നതാണ് കവികൾ എന്ന് പറയാണ്. അനുഭവങ്ങളുടെ നവനവങ്ങളായിട്ടുള്ള പുതുലോകങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് അല്ലെ. പുതിയ ലോകങ്ങൾ തന്നിഷ്ടത്തിനനുസരിച്ച്, തന്നിഷ്ടം എന്ന് പറഞ്ഞ ONV കുറുപ്പിന്റെ കവിതയൊക്കെ ഉണ്ട്. അപ്പൊ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകങ്ങൾ നിർമ്മിക്കുന്നവരാണ് യഥാർത്ഥ കവികൾ, മഹാകവികൾ എന്നാര് പറഞ്ഞിട്ടുണ്ട്? MN വിജയമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആരാണ് മഹാകവി? തന്നെ ഒരർത്ഥം നൽകുന്നവൻ അല്ലെ, ഒരു നന്മയെക്കുറിച്ച് പറയുന്നവൻ എന്താണ്? കവിയും അല്ലെ. അനേകം നന്മകളെ കുറിച്ച് പറയുന്നവൻ മഹാകവിയുമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ ചിന്തകൾ നൽകുന്ന, പുതിയ പുതിയ അർത്ഥങ്ങൾ നൽകുന്നവരാണ് കവി എന്ന് പറയുന്നു. പിന്നെ നമുക്ക് എന്താണ്? പിന്നെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? പട്ടുമെത്തയിലായാലും അല്ലെ നമ്മളുടെ ഞാഞ്ഞൂലിനെ കുറിച്ചും പുഴുവിനെ കുറിച്ചും പറയുന്നുണ്ട്, പുസ്തക പുഴുവിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് പഴയ കാലത്ത് മൂഢകാവ്യ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്തെ കവി രീതിയെ വിമർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ പഴയ കാലത്തെ കവികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആസ്വാദകർ എങ്ങനെയാണ്? ഇപ്പൊ കവിതകൾ എഴുതപ്പെട്ടത് പൂർണ്ണമായും വൃത്തം, അലങ്കാരം ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിൽ യോജിക്കുന്ന മാത്രമാണ് കവിതകൾ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് ഭാവഭംഗിക്കാണ് അർത്ഥത്തിനേക്കാളും വൃത്തത്തിനേക്കാളും അലങ്കാരത്തിനേക്കാളൊക്കെ പുതിയ കവിതയിൽ പ്രാധാന്യം നൽകിയിരുന്നത്. അത്തരം കവിതകൾ അല്ലെ പുതിയ കാലത്ത് എന്തിനാണ്? ഭാവഭംഗിക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പൊ അതൊക്കെയാണ് കവിത എന്ന് വാദിച്ചിരുന്ന ആളുകളെ മൂഢകവികൾ എന്ന് ആര് വിളിച്ചു? MN വിജയമാഷ് വിളിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ പഴയ കാലത്തെ കവികൾ ബുദ്ധിമാന്മാരല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അല്ലെ, ഉദ്ദിഷ്ടമാന പ്രതിഭകൾ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കവി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പുസ്തകം തിന്നുന്നവരെ കുറിച്ച്, പുസ്തക പുഴുവിനെ കുറിച്ച് പറയുന്നു. അതെന്താ ആക്ച്വലി ചെയ്യുന്നത്? പുസ്തകം നശിപ്പിക്കുക ചെയ്യണേ അല്ലെ. അത് അവസാനം അത് ചത്തുപോവുകയും ചെയ്യണു, അല്ലാതെ ഒന്നും അത് ഭൂമിക്കോ ഒന്നിനും വേണ്ടി മാറ്റി വെക്കുന്നില്ല. എന്നാൽ ഞാഞ്ഞൂളുകൾ എന്ന് പറയുന്നത് മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണെന്നാണ് കവി പറയുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നിട്ടുള്ള അനുഭവം അതിലുണ്ട്. അതായത് ഈ ഞാഞ്ഞൂലുകൾ തിന്നുന്ന വേസ്റ്റുകളൊക്കെ മണ്ണിലേക്ക് ഫലഭൂയിഷ്ടമായിട്ടാണ് അത് തിരിച്ചറിഞ്ഞു പോകുന്നത്. അപ്പോൾ മണ്ണിന്റെ അനുഭവ തലത്തിൽ നിന്നുള്ള എഴുത്തുകളെയൊക്കെ കുറിച്ചാണ് സ്വാഭാവികമായിട്ട് ആ വരികളിൽ സൂചിപ്പിക്കുന്നത്. ഇനി 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാക്ബിന്ദുക്കളാണ് കവി തെരഞ്ഞെടുക്കുന്നത്. MN വിജയന്റെ ഈ നിരീക്ഷണത്തെ മുൻനിർത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ ഒരു ചോദ്യം അല്ലെ.
അപ്പോൾ സാധാരണ അല്ലെ ഭാഷയിൽ ഉപയോഗിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളതിനെയാണ് നമ്മൾ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഭാവനാത്മകമായ ഭാഷയാണിത്. കാവ്യഭാഷ അല്ലെ, കാവ്യാനുഭൂതിക്ക് സഹായമാകുന്നത് എപ്പോഴും എങ്ങനെയാണ്, കുറച്ച് ഭാവനാത്മകമായ. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ, കാവ്യഭാഷയൊന്നും നമ്മൾ ഉപയോഗിക്കില്ല അല്ലെ. അപ്പോൾ കാവ്യഭാഷ സ്വാഭാവികമായിട്ടും ആ കവിതയ്ക്ക് പ്രാധാന്യം നൽകുന്നത്, അതിൻ്റെ ഭാവഭംഗിയൊക്കെ നൽകുന്നത് തീർച്ചയായിട്ടും എന്താണ്, അതിൻ്റെ ഭാഷയാണെന്നുള്ളതാണ്. അപ്പോൾ പറയാനുള്ള നേരെ ചൊവ്വേ പറയുന്നത് ഒരിക്കലും കവിതയാവില്ല, അതെന്താണ്, റിപ്പോർട്ടാണ്. ആക്ച്വലി അതെന്താ, വിവരണം മാത്രമാണ്. അതൊരിക്കലും ഒരു മികച്ച കവിതയാവുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പുതിയ ആശയങ്ങളും അനുഭവങ്ങളുടെ എന്താ പറയുക ബാഹുല്യമൊക്കെ കൊണ്ടാണ് വളരെ സങ്കീർണമായിട്ടുള്ള അല്ലെ കവിതകൾ പുതിയ കാലത്ത് എന്താണ് ഉണ്ടാവുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യമാവുന്നത്. മത്സ്യം എന്ന് പറയുന്ന കവിത നമ്മൾ പഠിച്ചു അല്ലെ. ആ കവിതയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഏറ്റവും എന്താ പറയാ പ്രധാനപ്പെട്ട അല്ലെ കവി വാക്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ആശയങ്ങൾ അല്ലെ. ഇവിടെ എന്താണ്, മത്സ്യം എന്ന് പറയുന്ന പ്രതീകത്തിലൂടെ അല്ലെ ഒരു സാധാരണക്കാരനെ മനുഷ്യനെയും അതുപോലെ ഏതാണ് കടൽ എന്ന് പറയുന്ന എന്താ പറയാ പ്രതീകത്തിലൂടെ എന്താണ് നമ്മുടെ കടലിൽ എന്ന പ്രതീകത്തിലൂടെ സമൂഹത്തെയുമാണ് എന്ത് ചെയ്യുന്നത്, തന്റെ ആവാസ വ്യവസ്ഥയും പ്രപഞ്ചത്തെയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉത്തരാധുനിക കവിതകൾ മിക്കപ്പോഴും എങ്ങനെയാണ് ഒരു പദത്തിന് അനേകം അർത്ഥങ്ങൾ നൽകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആധുനിക കാലത്ത് പഴയ രീതിയിലുള്ള കാവ്യാസ്വാദനത്തിന് പ്രസക്തിയില്ല. ആധുനിക ജീവിത സങ്കീർണതകളെ, നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള സങ്കീർണമായിട്ടുള്ള ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവിതം, അതിലെ അർത്ഥതലങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി, പദങ്ങളുടെ സവിശേഷ കഴിവ് എന്തിനുണ്ടാവുന്നു, കവി പ്രയോജനപ്പെടുത്താണ്. അത്തരത്തിലുള്ള മികച്ച കവിതകളാണ്, ഒന്നിലധികം അർത്ഥങ്ങളുള്ള കവിതകളാണ് മികച്ച കവിതകളിലെ. ഓരോ വാക്കും അർത്ഥത്തിനപ്പുറമുള്ള അർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്നതും അത്തരം വാക്കുകൾ കവി തെരഞ്ഞെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നതാണ് പുതിയ കാലത്തെ സങ്കീർണമായിട്ടുള്ള ആധുനിക ഉത്തരാധുനിക കവിതയിൽ നമ്മൾ കാണുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി കവിതയുടെ അവ്യവസ്ഥിതത്വം എന്ന സ്വഭാവത്തിന്റെ ചരിത്രം ഒരു കാരണമാവാറുണ്ട് എന്ന് പറയുന്നതാണ് അല്ലെ. അവ്യവസ്ഥിതം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു, കവിതയുടെ ഒരു സ്വഭാവമാണ്, മാറി മാറി അർത്ഥങ്ങൾ വരുന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കവിയുടെ വ്യക്തിത്വ സവിശേഷത, ചരിത്ര പശ്ചാത്തലം, ഇതെല്ലാം അവ്യവസ്ഥിതത്തിന് കാരണമാണ് അല്ലെ. ഓരോ ലോകത്തെ തൊഴിലാളിക്കും മുതലാളിക്കും ഒരേപോലെ കാണാനാവില്ല, കാണുന്ന കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. തൊഴിലാളിയുടെ കാഴ്ചയല്ല മുതലാളിക്ക് ഉണ്ടാവുക. അപ്പൊ സമാധാന മേഖലകളിൽ ജീവിക്കുന്നവർ ലോകത്തെ കാണുന്ന പോലെ ആവില്ല ഗാസയിലുള്ള അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ പാലസ്തീനിലുള്ള ആളുകൾ കാണുക. ഇപ്പൊ മഴ എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചറുടെ മോളെ പേര് മഴ എന്നാണ്. അപ്പൊ ടീച്ചർക്ക് മഴ എന്ന് പറയുന്നത് പ്രണയത്തിന്റെ, അനുഭൂതിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഭയങ്കര മനോഹരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ടീച്ചറെ സംബന്ധിച്ച് മഴ. പക്ഷെ മഴ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അല്ലെ. ചില ആളുകൾ പറഞ്ഞു ഞാൻ പേരിട്ടപ്പോൾ നെഗറ്റീവാണ്, പക്ഷെ എൻ്റെ അനുഭവ തലത്തിൽ നിന്നാണ് ഞാൻ അതിനെ കാണുന്നത് അല്ലെ. ഇപ്പൊ ചിലർ പറഞ്ഞു ഇപ്പൊ വീട് ചോർന്നൊലിക്കുന്ന ഒരാൾ മഴ ആസ്വദിക്കുന്ന പോലെയല്ല അല്ലെ, വീടിന്റെ ഉമ്മറക്കോലയിലിരുന്ന് മഴത്തുള്ളികളെ ആനന്ദിച്ച് കാണുന്ന സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വാക്കിനും പദത്തിനും എന്താണ്, പക്ഷെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം അല്ലെ. അപ്പോൾ പല അർത്ഥത്തിലും പല വാക്കുകൾ എന്താണ്, ആ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാളിദാസന്റെ മേഘസന്ദേശത്തിൽ മനുഷ്യന്റെ വൈകാരിക അവസ്ഥകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആത്മസുഹൃത്തായിട്ട് അല്ലെ, ഒരു സന്ദേശവാഹകനായിട്ട് മേഘത്തെ കാണുന്നു. യക്ഷന്റെ മനസ്സിൽ കാമവികാരം ഉണർത്തുന്ന ഒരു അല്ലെ പശ്ചാത്തല മേഘം സൃഷ്ടിക്കുന്നു. എന്നാൽ പക്ഷേ എന്താണ്, വള്ളത്തോളിന്റെ കൃതിയിൽ മേഘം എന്താണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്വബോധം ഉണർത്തുന്ന ഒരു പ്രതീകമായിട്ട് അല്ലെ, വഞ്ഞിക്കോട്ടയുടെ പരുത്തിക്കൊട്ടയുടെ പ്രതീകമായിട്ടാണ് എന്തിനെ കാണുന്നത്, നമ്മുടെ മേഘത്തെ കാണുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മാറി മാറി വരുന്ന അർത്ഥങ്ങൾ നൽകുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, അവ്യവസ്ഥിതത്വം അല്ലെങ്കിൽ ആംബിഗ്വിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കവിത എന്താണ് പറഞ്ഞിരിക്കുന്ന കവിതയിൽ മനസ്സിലായല്ലോ കവിത എന്താന്നുള്ളത്. പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഉഷാറായിട്ട് ഈ പാഠത്തിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പാഠഭാഗം കൂടെ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് വായിക്കണം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് പാഠഭാഗം എന്ന് മനസ്സിലായില്ലേ, ഇനി അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ എന്താണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ പാഠം ഇതുപോലെ ടീച്ചർ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യണം. ടീച്ചർക്ക് അറിയില്ലല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറായിട്ടിരിക്കുക, കോൺഫിഡൻസ് ആയിരിക്കുക, കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക. ഓൾ ദി ബെസ്റ്റ്.